ഇതാ ഇരിക്കുന്ന ഇവനാണ് നമ്മുടെ താരം. ഇവനിൽ നിന്നെങ്ങനെ ഈ കാണുന്ന ഇവനെ, അതായത് നെയ്യ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. അതായത് പാൽപ്പാടയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത് എന്നാണ് വീഡിയോ. ഞാൻ ഒട്ടും ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഒട്ടും ബോറടിപ്പിക്കുന്നില്ല. ഞാൻ വീഡിയോയിലോട്ട് നേരെ പോവാണ്. നമുക്കിത് പാൽപ്പാട കിട്ടുന്നത് നമ്മൾ വാങ്ങുന്ന പാലിൽ നിന്നാണ്. ഇതാണ് പാൽപ്പാട. നമ്മളിതൊരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലുള്ള ചൂടുകട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് നമ്മുടെ ആ പാൽപ്പാട മൊത്തം ഇട്ട് ഗ്യാസ് കത്തിച്ച് ഇതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഈ പാൽപ്പാട എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാൻ പറയാം. നമ്മുടെ സാധാരണ കവർ പാലുകളിൽ നിന്ന് ഇത്രയും പാടൊന്നും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പശുവിൻ്റെ പാല് വാങ്ങത്തില്ലേ, അങ്ങനെ വാങ്ങുമ്പോഴാണ് നമുക്ക് ഈ പാൽപ്പാട കിട്ടുന്നത്. നമ്മൾ ചായയ്ക്ക് വേണ്ടി പാല് തിളപ്പിച്ച് ഇച്ചിരി നേരം ആറാൻ വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പാട പൊങ്ങിക്കിടക്കും. അപ്പം നമ്മൾ പാലില്ലാതെ ആ പാട മാത്രം എടുത്ത് ഒരു ഡപ്പയിലോട്ടോ വല്ലതും ഭദ്രമായിട്ട് ഫ്രിഡ്ജിലോട്ട് സൂക്ഷിച്ചാൽ മതി. ഫ്രീസറിൽ സൂക്ഷിക്കണമെന്നില്ല, താഴെ തട്ടി വെച്ചാൽ മതി. അങ്ങനെ ഏകദേശം 2 മാസത്തെ പാൽപ്പാടയാണിത്. നമ്മുടെ മിൽമ പാല് അങ്ങനെ കവർ പാലുകളിൽ നിന്നൊന്നും കിട്ടത്തില്ല. നമുക്ക് പശുവിൻ്റെ പാല് വാങ്ങുന്ന അവിടെ നിന്ന് മാത്രമേ നമുക്കിങ്ങനെ കിട്ടുള്ളൂ. കാരണം മിൽമ കവർ പാലിൽ നിന്നൊക്കെ അവർ നെയ്യ് എടുത്തിട്ടായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ഇതുപോലെ പാൽപ്പാട ഒരു പാത്രത്തിലാക്കി കൈ ഇടവിടാതെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി വരുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഒരു ചെറിയ നെയ്യ് തെളിഞ്ഞ് വരുന്നുണ്ട്. സാധാരണ ആൾക്കാർ വേറെ മെത്തേഡിലൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ഈസി ആയിട്ട് നേരെ നമുക്കിങ്ങനെ നെയ്യാക്കി എടുക്കാം. ചിലവരൊക്കെ ഈ ഐസ് കട്ട വെച്ച് പിന്നെ മിക്സിക്കകത്ത് ഇങ്ങനെ അടിച്ച് എടുക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ചിലർ ഐസ് വെള്ളം ഒഴിച്ച് ഇത് മാത്രമായിട്ട് എടുക്കുന്നുണ്ട്. നമുക്കതൊന്നും പണിയൊന്നും നമുക്ക് എടുക്കണ്ട. കാരണം നമുക്ക് എപ്പോഴും ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ബിസി ലൈഫിൽ നമുക്കൊന്നിനും സമയമില്ലല്ലോ. നമുക്ക് എത്രയും പെട്ടെന്ന് എന്ത് കാര്യം ചെയ്യാമെന്നല്ല നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റിയൊരു മാർഗ്ഗമാണ് ഈ ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതാകുമ്പോൾ ഈസിയാണ്. നമ്മളെടുത്ത് 2 മാസത്തെ അല്ലെങ്കിൽ 3 മാസം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്കത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് 2 മാസത്തെ പാൽപ്പാട വെച്ചിട്ടാണ്. കണ്ടോ, നെയ്യ് തെളിഞ്ഞ് വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എത്ര മാസത്തെ പാൽപ്പാട എടുത്തിട്ട് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഒത്തിരി മെനക്കെടണ്ട, നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യാം. അല്ലാതൊക്കെ ഇങ്ങനെ പാൽപ്പാട ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മിക്സിക്കകത്ത് അടിച്ച് അങ്ങനെയൊന്നും നമുക്ക് അത്രയും മെനക്കെടണ്ട. ഇതാകുമ്പോൾ ഞാൻ സാധാരണ ഈ രീതിയിലാണ് ചെയ്യാറുള്ളത്. ഇത് കണ്ടോ, ഇപ്പം കുറേ നേരം ആയത്. ടൈം ഒന്നും പറഞ്ഞാൽ കണ്ടോ, ഇതിപ്പം കണ്ടോ നെയ്യ് തെളിഞ്ഞ് വന്നേക്കുന്നത് കണ്ടോ. അതേണ്ടേ നമുക്ക് കുറച്ചങ്ങ് പറ്റി പോകും കേട്ടോ. അതൊന്നും കാര്യമാക്കണ്ട. തെളിയട്ടെ, ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണിക്കാമേ, അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലാഗായി പോകും. ഇതിൻ്റെ പരുവം കറക്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്കിതിൻ്റെ പരുവമായിട്ടൊന്നും പറഞ്ഞു തരാനൊന്നും നമുക്ക് പറ്റത്തില്ല. കാരണം നമുക്കിത് കാണുമ്പോഴും മനസ്സിലാവും. നമുക്ക് ഈ നെയ്യ് കണ്ടില്ലേ, ഇങ്ങനെ തെളിഞ്ഞ് ഈ പാൽപ്പാട ഇങ്ങനെ വിട്ട് തെളിഞ്ഞ് വരുന്നത് കണ്ടോ. ഇപ്പം നെയ്യ് കണ്ടോ, ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് കണ്ടോ. അതുപോലെ ഒരു മഞ്ഞ കളർ നമുക്ക് കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇപ്പം എല്ലാവരും ആലോചിക്കും കടയിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് കിട്ടത്തില്ലേ, ഇത്ര രൂപ കൊടുത്താൽ കിട്ടും. അങ്ങനെയല്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പല കമ്പനിക്കാർ എന്തൊക്കെ മായം ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കറിക്കകത്തൊക്കെ ഉപയോഗിക്കുക, നമുക്ക് ദോശ ചപ്പാത്തി അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ കഴിക്കുക. ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ പോയൊരു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും പശുവിൻ്റെ പാല് വാങ്ങുന്നു, അതിൽ നിന്ന് തന്നെ നമ്മൾ പാട എടുത്ത് വെക്കുന്നത്, നമ്മൾ തന്നെ സ്വന്തമായിട്ട് നെയ്യ് ഉണ്ടാക്കുന്നു. അങ്ങനെയല്ലേ. അതാകുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ വിശ്വസിക്കാം, നമുക്ക് പേടിക്കേണ്ട. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. കണ്ടോ, ഇപ്പം നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ പാടയെല്ലാം അടിയിൽ ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. കാരണം ഞാനിത് ഉണ്ടാക്കുകയും പിന്നെ ക്യാമറയും കൂടെ പിടിക്കുന്നതുകൊണ്ട് അത്ര ശരിയാവുന്നില്ല. എന്നാലും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാനായിട്ടൊന്നുമില്ല കേട്ടോ. നേരെ നമ്മൾ എടുത്തു വെച്ച പാൽപ്പാട ഇതുപോലെ ചൂടുകട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നെയ്യ് തെളിഞ്ഞ് വരുന്നവരെ നമ്മളിങ്ങനെ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിക്കൊന്നും പിടിക്കരുത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ നെയ്യെല്ലാം ഓക്കെ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്കിപ്പം കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഇങ്ങനെ ഈ പാടയെല്ലാം വിട്ട് നെയ്യ് നമ്മുടെ മേലിൽ പൊങ്ങിക്കിടപ്പുണ്ട്. ഇത് നമുക്ക്
നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് എണ്ണ പോലെയല്ലേ ഇരിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷേ അറിയുന്നവർക്ക് അറിയാം, ചിലർക്ക് അറിയാത്തവർ കാണും, എന്നാലും അറിയുന്നവരും കാണും. ഇത് നമ്മളെടുത്ത് ഇതെടുത്ത് നമ്മൾ ഇതെല്ലാം അരിച്ച് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിലല്ല, അല്ലാതെ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ പുറത്ത് വെച്ചാലും ഇത് നമുക്ക് കട്ടിയായി കിട്ടും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ കട്ടിയായിട്ട് കിട്ടും. പെട്ടെന്ന് കട്ടിയാവണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒറ്റ ദിവസം ഇത് കണ്ടോ. ഞാനിപ്പോൾ ആ പരുവായപ്പോൾ അതുപോലൊരു ബ്രൗൺ കളർ ഈ കളറായപ്പോൾ ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു സ്റ്റീലിൻ്റെ അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ എനിക്ക് ഇത്രയും നെയ്യാണ് കിട്ടിയത്. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റും. മുമ്പേ കാണിച്ച ആ കൊത്തില്ലേ, ആ നെയ്യുടെ, അത് നമുക്ക് പഞ്ചാരയൊക്കെ കൂട്ടി തിന്നാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത നെയ്യ് ഇതാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയത്. ഞാൻ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുള്ള നെയ്യാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ മായമൊന്നും കൊള്ളാത്ത നെയ്യ്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.